അലിൻ ജോസിന് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? 24. ഒരു 24 വയസ്സുള്ള ഒരു യുവാവിനെ ഒരാൾ നിയന്ത്രിക്കാൻ എപ്പോഴും വേണോ? അങ്ങനെയല്ല, പിന്നെ വേറൊരു കാര്യം നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണോ പണ്ട് അഭിലാഷ് ആട്ടയത്തെയും ഇപ്പോൾ വിഷ്ണു കൊച്ചിക്കാരനെയൊക്കെ കൊണ്ടു നടക്കുന്നത്? അഭിലാഷ് ആട്ടയെ നിയന്ത്രിക്കുന്നില്ല, പുള്ളി വിഷ്ണു കൊച്ചിക്കാരൻ നിയന്ത്രിക്കാറൊക്കെ ഉണ്ട് അല്ല, അത്യാവശ്യം. നമ്മൾ ചോദിച്ചു വന്നത് അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ബ്രോ, അപ്പോൾ അവിടെ കിടന്ന് ഈ കാണിക്കുന്നതൊക്കെ ആ ഒരു കോപ്രായമാണ്, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ എന്നെ ജനങ്ങളുടെ മുമ്പിൽ വെറും മോശക്കാരനാക്കി മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം അലിൻ ജോസിനുണ്ടോ ഇപ്പോൾ? അതോ ഇപ്പോഴും ബോധമുണ്ട്? അലിൻ ജോസ് ഒരു പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയോ? ഞാൻ പൊട്ടനല്ല, നമുക്ക് അഭിനയിക്കുക തന്നെ പറയാം. പിന്നെ മറ്റേ ഡാൻസ് ചെയ്തത് നമുക്ക് പൊട്ടനായിട്ടൊന്നുമല്ല. നമുക്ക് ക്യാമറ നിന്നപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ പടം നാളെ റിലീസാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സകലകാല ബോധം ഇല്ലെന്നല്ല, നമ്മളൊരു മരണം വീട്ടിലാണെന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ ഫോട്ടോക്കോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ. ആ ഒരു സംഭവം വന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരേണ്ട ദിവസമാണ്. നമ്മളെ വിളിച്ചുകൊണ്ടാണോ ബേസിക്കലി വരാത്തതെന്ന് എനിക്കറിയില്ല. നമ്മൾ പങ്കെടുക്കുന്ന പല വേദികളിലും ചില സമയത്ത് സെലിബ്രിറ്റീസ് വരാൻ മടിക്കുന്നുണ്ട്. ചില സമയത്ത് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവരുടെ സെലിബ്രിറ്റീസ് എന്നല്ല, ഈ അതായത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70-80% പേരും നിങ്ങളെ ഇകഴ്ത്തി പരിഹസിച്ചാണ്, ഒരു പരിഹാസ കഥാപാത്രം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോമഡി പീസായിട്ടാണ് ജോക്കർ ടൈപ്പിലാണ് കാണുന്നത്. അങ്ങനെ ജോക്കർ ടൈപ്പായിട്ട് ആയുഷ്കാലം ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, ജോക്കറായിട്ട് നമ്മൾ നിൽക്കാൻ നോക്കൂലല്ലോ. ജോക്കറായിട്ട് നമ്മൾ നിലകൊള്ളാൻ നിൽക്കും. പിന്നെ നിങ്ങൾ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ വിഷമിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരാനോ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഒന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടല്ലോ, ആ കൂട്ടം നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് റീച്ച് ആകാൻ വേണ്ടിയാവാം. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും അഭിലാഷ് ആട്ടെ നിങ്ങളെ വെറും മികത്തിക്കൊണ്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ അടി കൊടുക്കുന്നോ, ഓടിക്കുന്നോ, ചാടിക്കുന്നോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു കോമാളി പരിവേഷത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ഞാനൊരു പൊട്ടനല്ല, എനിക്ക് 24 വയസ്സായി. നിങ്ങൾക്ക് ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? വിവാഹം കഴിക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു കുടുംബത്തിൽ വിവാഹത്തെപ്പറ്റി പറയാനായിട്ട് ഒരുപാട് ഉണ്ടെങ്കിലും ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് പലപ്പോഴും ഫോൺ കോൾസ്. അപ്പോൾ അതിൽ 1-2 ഫോൺ കോള് വന്നപ്പോൾ കാണിക്കാൻ പറ്റുമോ? നിങ്ങളെ അടുത്ത് വല്ലതും വിളിച്ച ഒരാളുടെ ഒരു ഫോൺ കോള്? അല്ല, ഫോൺ കോൾ അതൊക്കെ പ്രൈവസി കാണിക്കാൻ പറ്റത്തില്ലത്. വിളിക്കാറുണ്ടെന്ന് ബേസിക്കലി ഇവർക്കൊക്കെ അറിയാം അല്ലേ, അത്യാവശ്യം ആൾക്കാർ വിളിക്കാറുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഞാൻ പറയാം. കാരണം ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് മാത്രമല്ലോ, കാരണം ഈ സർക്കിളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾക്ക് ഒരു പെണ്ണ് സെറ്റ് ആവും എന്നൊക്കെയാണ് പറയണത്. കാരണം അഭിലാഷ് ആട്ടയം, മായിൻ മൂവാറ്റുപുഴ, ബ്രൈറ്റ്, വിഷ്ണു കൊച്ചിക്കാരൻ ഇതാണ് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ആൾക്കാർ. എല്ലാവരെയും മാറ്റി ഒഴിവാക്കി ഒറ്റയ്ക്ക് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു പെണ്ണ് സെറ്റാവും.